ശംഭു. വസ്തുതയില്ലാണ്ട് വായിക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ലല്ലേ? എവിടെ അച്ഛൻ ഭാസ്കർമാരാര്? മഞ്ഞുകാലം തുടങ്ങിയ പിന്നെ അറിയില്ലേ, വെളുപ്പിനെ എണീക്കണതിന് ലേശം ബുദ്ധിമുട്ടാ. മുട്ടുമടങ്ങില്ലേ വാദ. മകരമാസം മുഴുവൻ നീയാ ഇടയ്ക്കല്ലേ? പൈതൃകമായി കിട്ടിയ സിദ്ധിയല്ലേ കീഴ്ശാന്തി? ഈ അവതാണോ ഭേഷായി? അല്ലെങ്കിലും കമ്മിറ്റിക്കാരെ എന്നെ കൂടി നിയമിച്ചതില് കീഴ്ശാന്തിക്ക് ലേശം നീരസം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വായിക്കണത് പുറത്ത് കേൾക്കണുണ്ട്. കീഴ്ശാന്തി പ്രതിഷ്ഠയുടെ മുന്നിൽ നിന്ന് പിറുപിറുക്കണത് യഥാർത്ഥ മന്ത്രമാണെന്ന് ആർക്കറിയാം? ശുംഭൻ സംസാരത്തിൽ കൂടുണ്ട്. വേണ്ട കേട്ടോ, നിന്റെ അച്ഛൻ ഭാസ്കരമാരാര് പോലും എന്നോട് തക്കുത്തരം പറയാറില്ല. മനസ്സിലായോ നിനക്ക്? ചന്ദനം തീർന്നു. ആ ചന്ദനമുട്ടി എടുത്തോണ്ട് അരയ്ക്ക. അതെന്റെ പണിയല്ല. ചന്ദനം തീർന്നെങ്കിൽ വേണ്ട. ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ വെള്ളക്കയല്ലേ അരച്ചു കൊടുക്കണത്, അത് ഇവിടെ ആകാം. ഭക്ഷണം തർക്കുത്തരേ പറയൂ. നിന്റെ സഹായം വേണ്ട, ഞാൻ അരച്ചോളാം. അങ്ങനെ മാറുക. തിരുമേനി, ചന്ദനം ഞാൻ അരച്ചു തരാം. വേണ്ട, പുലർച്ചെ തന്നെ അപ്പോട്ടിനെങ്കിൽ എത്തിയല്ലോ. സൂര്യൻ ഉദിച്ചില്ലെങ്കിലും അപ്പു ഉണരും. തിരുമേനി നട തുറന്നില്ലെങ്കിലും അപ്പു അമ്പലത്തിലുണ്ടാവും. അനിയൻകുട്ടി ഡോക്ടറായില്ലേ? അമ്മ പറഞ്ഞു. പേരിലൊരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ട്. അനിയൻകുട്ടി ഇന്നോ നാളെ വരണുണ്ട്. ഓ, അപ്പോഴേക്കും തിരുമേനിക്ക് നല്ലൊരു സൂക്കേട് വരട്ടെ, അവൻ ഭേദമാക്കി തരും. കീഴ്ശാന്തി അല്ലാണ്ട് ആരെങ്കിലും ഇവനോട് വർത്താനം പറയോ? അപ്പു അതോട് വയ്ക്കൂ, എന്റെ വയറ്റിപ്പഴപ്പാണ്. ഇതുകൊണ്ട് ഞാനൊരു വേല കാണിച്ചു തരാം. അപ്പു പറയണ അപ്പു, ഈ ഇടയ്ക്ക കേട്ടോ വേണ്ട എത്ര പ്രിയം. അപ്പു അപ്പു ഇങ്ങ് തരാനാ പറഞ്ഞേ. തരില്ല, അതങ്ങ് കൊടുക്ക. പറയണ കേക്കു അപ്പു. എന്താ ഒരു അച്ഛൻ എന്താ കീഴ്ശാന്തി ഇത്? അപ്പു അവിടെ നിക്ക. നിക്കില്ല. അപ്പു പുറകെ വരണ്ട. ഇല്ല, തരില്ല. പുറകെ വന്നാൽ പൊട്ടിച്ച് പുഴലെറിയും. അപ്പു രാവിലെ ഒരു പത്രം മാത്രം വായിച്ചിരുന്നാ മതിയോ? നേരെ പറമ്പിലെ മാധവമേനെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? മറന്നിട്ടല്ലടോ, ചന്ദ്രൻ നിന്ന് വരും, അവൻ വന്നിട്ടിറങ്ങാമെന്ന് വെച്ചിട്ടാ. അപ്പൊ പഠിപ്പെല്ലാം പൂർത്തിയായോ? ഇനി എന്തൊക്കെയോ ഉണ്ടെന്നാ പറയണേ. അപ്പുണ്ടച്ചാ, അപ്പുണ്ടച്ചാ, അപ്പുണ്ടച്ചാ. ഇവിടെ ഇവിടെ. ഓ, അവിടെയാണോ? ഞാൻ കണ്ടില്ല. എന്താ നശിപ്പിച്ചു. ഇപ്പൊ പൂർണ്ണമായി നശിച്ചിട്ടുണ്ടാവും. നശിപ്പിച്ചോ? എന്റെ ഇടയ്ക്കും തട്ടിപ്പറിച്ചോണ്ട് അപ്പു ഓടി. പുറകെ ഞാനും ഓടി. പുറകെ ചെന്നാ ഇടയ്ക്ക പൊട്ടിച്ച് പുഴയിൽ എറിയൂന്ന് പറഞ്ഞു. ഞാൻ തിരിഞ്ഞോടി. അതിന് തിരിഞ്ഞോട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? തിരിഞ്ഞോടാണ്ട് ഞാൻ എന്താ ചെയ്യുക? ഒതുക്കത്തി പറഞ്ഞ് വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. ഒതുക്കത്തി പറഞ്ഞു വാങ്ങാൻ ആളെ കിട്ടില്ല. പിള്ളേരച്ച ശാസിച്ച് വളർത്തണം. ഞാനൊന്ന് ഉപദേശിക്കാ വെച്ചാല് നിങ്ങൾ എന്നെ മേക്കിട്ട് കയറുമല്ലോ. ഉപദേശിച്ചു എട്ടും പൊട്ടും തിരിയാത്തവനെ ഉപദേശിച്ചിട്ട് എന്താ കാര്യം? എന്നിട്ട് അവൻ എവിടെ? ഹനുമാൻ പറയുടെ നെറുകേക്ക് എറിയുന്നതേ ഈ അടി വീശി അടിക്കണ കാറ്റും പോരെങ്കിൽ വഴുക്കലും. എത്ര തവണ താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് വരണില്ല. ദൈവമേ, ഭാസ്കര താനൊന്ന് ചെല്ലുക. ഞാനോ? ആ, ഇപ്പോഴോ? പിന്നല്ലാതെ. മേലാത്ത കാലം കൊണ്ട് മല കയറാൻ പോവാ. വലിഞ്ഞു കയറുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്റെ അമ്മ വന്നൊന്ന് കണ്ടോളൂ വെച്ചാ. പോണ നല്ല മോൻ. താനൊന്ന് വേഗം ചെല്ലുക. ഓ, എന്താ അമ്മ ഉണ്ടായേ? ആ അസത്തെ ഏതോ മലയമ്മ കയറി നിൽക്കുക അത്രേ. മാരണം. ഓരോ ദിവസവും ഓരോ തലവേദന ഉണ്ടാക്കും. ഇത്തിരി വേഗത്തിൽ നടക്കച്ചാ. ചിലപ്പോ പതുക്കെ പോണ. പോവാ. വേദന ഉണ്ടെങ്കിലേ അച്ഛനെ കാലങ്ങോട്ട് മുറിച്ചു കളയൂ. നല്ല രസമായിരിക്കും. നടക്കോച്ചാ. വലിക്കലോ? ബ്രേക്ക് ഇട്ടച്ചാ കാലിനൊന്നും പറ്റില്ല. എന്താ? ചന്ദ്രനായിരുന്നു. സൂര്യനെന്ന് വിചാരിച്ചോ? ഒന്ന് പോണ. അച്ഛനും മകനും കൂടെ രാവിലെ ഓട്ടപ്പന്തവാ. ഒന്നും പറയണ്ട എന്നെ ചന്ദ്ര. ഇവന്റെ ഇടയ്ക്ക് വാങ്ങി അപ്പു ഹനുമാൻ പാറയുടെ നെറുകിക്കറി നിൽക്കുക. അതെയോ? ഇടക്കായ്ക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ച ദേവസ്വം ഇടക്കാൽ ആശ്വാസം എനിക്ക് തരില്ല. അപ്പോട്ടിന് അങ്ങനെ ഒന്നും ചെയ്യില്ല. പിന്നെ ആരാ ഈ നാട്ടിൽ ഇമാതിരി കാര്യങ്ങൾ ചെയ്യാ? ചന്ദ്രൻ അറിയോ എന്തെല്ലാം കൊള്ളരായ്മ അവൻ ചെയ്യണമെന്ന്? അമ്പലത്തിൽ കയറിയ ഇടയ്ക്ക വലിക്കുക, കിണ്ടി എടുത്ത് പുഴയിലെറിയ, തിരുമേനയുടെ പൂണിലുമേ ഞാൻ കളിക്കുക. നല്ല ചുട്ട അടി കൊടുക്കാണ് വേണ്ടത്. ഞാൻ അടി കൊടുക്കണമെന്ന് വിചാരിച്ചില്ല. അവിടെ വിളിച്ചോണ്ട് വരാ. അതെ, ഞാൻ വരുന്ന വഴിക്കാ കണ്ട. വളരെ ബുദ്ധിമുട്ടി അവിടെ നിന്ന് ഇറക്കി. ആ ഇടയ്ക്ക അങ്ങ് വാങ്ങിത്തരുവോ? ഇപ്പൊ അല്പ ദേഷ്യത്തില്ല. ഒതുക്കത്തെ ഞാൻ ഇടയ്ക്ക വാങ്ങിച്ച് വീട്ടിലെത്തിച്ചോളാം. വാസിക്കാൻ വരുന്നില്ലേ? അപ്പൊ ഞാനോ? എടുക്കുള്ളൂ. അവിടെ ലേശം ഒന്ന് നീങ്ങി.
ഹായ്. എന്താ ഇത്? ആ അതൊക്കെ ഉണ്ടൊരു സൂത്രം. അപ്പോട്ടിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാ. എന്താന്ന് പറ. പറയാം. കണ്ടോ, ഇനി രാത്രിയില് കറണ്ട് പോയാലും അപ്പോട്ടിന് പേടിക്കാണ്ട് കിടന്നുറങ്ങാം. കറണ്ട് പോയാലും ഇവനങ്ങ് താനെ കത്തും. ഇങ്ങനെ ഞാൻ നോക്കിക്കോ. നല്ല രസമുണ്ട്. ഉണ്ണിമായക്ക് എന്താ കൊണ്ടുവന്നേ? ഉണ്ണിമായ്ക്ക് മാത്രമല്ല, അപ്പോട്ടിനുണ്ട് ഉടുപ്പ്, പാന്റ് ഒക്കെ പറ്റിയുണ്ട്. വാ. സാവിത്രി, സാവിത്രി, എന്തിനാ രാവിലെ കിടന്ന് വിളിച്ചു പോണേ? പഠിപ്പ് കഴിഞ്ഞ് ചന്ദ്രൻ വന്നൂന്ന്. ഓ, വരുന്ന വഴിക്ക് മോളെ കണ്ടിട്ടാ തറവാട്ടിലേക്ക് പോയേ. ഒന്ന് അങ്ങോട്ട് കേറാൻ പാടില്ലായിരുന്നു. നീ ഇതങ്ങോട്ട് വെച്ചേ, ഞാൻ അവിടെ വരെ പോയിട്ട് വരാം. കുടിക്കാൻ സംഭാരം എടുക്കട്ടെ? ഒന്നും വേണ്ട. പുതുമഴ പെയ്ത വെള്ള ചിലപ്പോ പനി വരും. ചൂടാക്കി കുളിക്കാറുന്നില്ലേ? നാട്ടിൽ വരുമ്പോഴെങ്കിലും കുളത്തിലൊന്നും മുങ്ങി കുളിച്ചില്ല എന്ന് വെച്ചാ. കണ്ടോ ചേട്ടാ, ഇതാ നോക്കി, ഇതെനിക്ക് ചേരുന്നില്ല, വലുതാ. നീ ഇങ്ങനെ ദിവസം ചെല്ലുന്തോറും ചുരുങ്ങി ചുരുങ്ങി മത്തങ്ങ പോലെ ആവുമെന്ന് ഞാൻ വിചാരിച്ചോ. കളിയാക്കണ്ട. ചുരിദാറെന്ന് അറിഞ്ഞപ്പോ നാളെ കോളേജിലൊന്ന് ഷൈൻ ചെയ്യാലോ എന്ന് കരുതിയതാ. ഇത്തരം വേഷങ്ങളൊന്നും നമുക്ക് ചേരില്ല എന്റെ കുട്ടിയെ. അച്ഛൻ ഇപ്പോഴും പഴയ രീതിയാ. സിറ്റിയിലോട്ടൊന്ന് ഇറങ്ങി നോക്കണം. അവളുടെ ആശ അല്ലേ അച്ഛാ. ഇട്ടോട്ടെ. ആ ഇട്ടോട്ടെ. സാരല്ല, കൊച്ചേട്ടൻ പോകുന്നതിന് മുമ്പ് നല്ല ഉറ ചുരിദാർ വാങ്ങിത്തരാം. ആ, കൊച്ചേട്ടൻ തന്നെ അവളെ വഷളാക്കണേ. വന്ന് വന്ന് പെണ്ണിന് പഠിത്തത്തിലൊന്നും അല്ലാണ്ടായി ശ്രദ്ധ. ആണോടി? ആ, അയ്യോ ഇല്ല, വെറുതെ കൊച്ചേട്ടാ. അതെ. എല്ലാവരും ഉണ്ടല്ലോ. ശങ്കരനോ? വരിക വരിക. ചന്ദ്രശേഖരൻ വന്നു അല്ലേ? മാളു വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ വിവരം അറിയണേ. അല്ല, വരുന്ന വഴി മാളുവിനെ കണ്ടു. ആ, അവളേതാണ്ട് അരങ്ങേറ്റത്തിന്റെ കാര്യം പറഞ്ഞു. ആ, അതുകൂടി പറയാനാ ഞാൻ വന്നത്. മാളുവിന്റെ അരങ്ങേറ്റത്തിന്റെ കാര്യ കുറച്ചു നാളായി ഞാൻ വിചാരിക്കുന്നു അതങ്ങ് നടത്തണമെന്ന്. ഇപ്പൊ എല്ലാരും ഒത്തുകൂടിയ സ്ഥിതിക്ക് ഇത് നീട്ടണ്ടാൻ തീരുമാനിച്ചു.